സിനിമകൾ ഓടിപ്പോകും, പക്ഷേ ചില സിനിമകൾ ഒരു കാലഘട്ടത്തെ പിടിച്ചു നിർത്തും. 2026 ആദ്യ 6 മാസം അത്തരമൊരു കാലമാണ്. ഏകദേശം 110 മലയാള സിനിമകൾ 2026 ജനുവരി മുതൽ ജൂൺ വരെ പുറത്തിറങ്ങി. എന്നാൽ ശ്രദ്ധേയമായത് എണ്ണമല്ല, കാലത്തോട് ഏറ്റുമുട്ടാൻ കാണിച്ച ധൈര്യമാണ്. പുരുഷാധിപത്യം, മതവ്യാപാരം, ഫാസിസം, സെലിബ്രേഷൻ ജീവിതം, പ്രണയം, യുവതയുടെ ആകുലത, ഐഡന്റിറ്റി ഇല്ലാത്തവരുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടം, അപരത്വ രാഷ്ട്രീയം. മലയാള സിനിമ സമൂഹത്തിൻ്റെ നാഡിയിടിപ്പ് കേൾപ്പിക്കുന്നുണ്ട്. പുത്തൻ തലമുറയിലെ ക്രിയേറ്റീവായ വിഷ്വൽ ജീനിയസുകളുടെ ഇടപെടിയിൽ മലയാള സിനിമയെ പച്ചപ്പണിയിക്കുന്നുണ്ട്. ഐഡന്റിറ്റി ഇല്ലാത്ത ഒരമ്മയുടെയും മകൻ്റെയും അതിജീവന പോരാട്ടത്തെ സർവ്വലോക സങ്കല്പത്തിൽ ഇമോഷണലായി കണക്റ്റാക്കി അവതരിപ്പിച്ച ചിദംബരത്തിൻ്റെ ബാലൻ ദ ബോയിയാണ് കഴിഞ്ഞ 6 മാസത്തെ ഏറ്റവും മികച്ച സിനിമ. മനുഷ്യൻ്റെ നിലനിൽപ്പ് തന്നെ രാഷ്ട്രീയമാകുന്ന കാലത്തിൻ്റെ അതിവേദനയുള്ള ഒരു രേഖയാണ് ഈ ചിത്രം. പുരുഷാധിപത്യത്തിൻ്റെ മുഖത്തേക്ക് ചിരിച്ചു കൊണ്ടെറിയുന്ന ഒരു ബ്ലാക്ക് കോമഡി. ശ്വാസം മുട്ടിക്കുന്ന ഇടങ്ങളിൽ നിന്ന് പുറത്തേക്ക് നടക്കാനുള്ള ധീരപ്രഖ്യാപനം. രാജേഷ് സംവിധാനം ചെയ്ത പെണ്ണും പൊറാട്ടും മികച്ച രണ്ടാമത്തെ സിനിമയായി നിൽക്കുന്നു. മതത്തെ കച്ചവടമാക്കുന്നവരെയും ആചാരവും ദൈവവും അധികാരത്തിലേക്കുള്ള കുറുക്കുവഴികളാക്കുന്നവരെയും വിചാരണ ചെയ്യുന്ന നമ്മുടെ കാലത്തിൻ്റെ ഏറ്റവും മൂർച്ചയേറിയ സറ്റേറുകളിൽ ഒന്നാണ് കൃഷ്ണദാസ് മുരളി സംവിധാനം ചെയ്ത ഭരതനാട്യം 2 മോഹിനിയാട്ടം എന്ന സിനിമ. മികവിൽ 3ാം സ്ഥാനം ഈ സിനിമയ്ക്കാണ്. പരമ്പരാഗത ദൈവ നായക ആചാര സങ്കല്പങ്ങളും സയൻസ് ടെമ്പറമെൻ്റുള്ള പുതുതലമുറയും ഏറ്റുമുട്ടുമ്പോൾ സിരകളിൽ ഊർജം നിറയുന്നു. ലോകത്തെക്കുറിച്ച്, പുതുതലമുറയെക്കുറിച്ച് പ്രത്യാശ നൽകുന്ന ചിത്രമാണ് അതിരടി. അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്ത അതിരടി അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച 4ാമത്തെ സിനിമയാണ്. ഫാസിസം ഇന്ന് ഡിജിറ്റൽ മുഖം ധരിക്കുന്നു എന്ന മുന്നറിയിപ്പ്. അടുത്തു നിൽക്കുന്നവനെ അപരനാക്കുന്ന കോർപ്പറേറ്റ് രാഷ്ട്രീയത്തിനും അധികാരത്തിനുമെതിരായ ശക്തമായ പ്രതിരോധമാണ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത പേട്രിയറ്റ് ആണ് 5ാം സ്ഥാനത്തുള്ള ചിത്രം. ദിശാബോധം നഷ്ടപ്പെടുന്ന യുവതയുടെ ഉത്കണ്ഠകൾ, ഒരു തലമുറയുടെ അദൃശ്യ അസ്വസ്ഥതകളുടെ കണ്ണാടി, ചിരിയുടെ കുത്തൊഴുക്കോടെ അവതരിപ്പിക്കുന്ന വാഴ 2 സവിൻ എസ്ഐയുടെ കൈകളിലൂടെ 6ാമത്തെ മികച്ച സിനിമയായി മാറുന്നു. കാലം മാറുമ്പോൾ ഭരണങ്ങൾ മാറും, ആശയങ്ങൾ മാറും. പക്ഷേ ഒരു സമൂഹം എന്ത് സ്വപ്നം കണ്ടു, എന്തിനെ ഭയപ്പെട്ടു, എന്തിനെതിരെ പൊരുതി എന്നതിന് സാക്ഷിയായി ഈ സിനിമകൾ അവശേഷിക്കും. അതുകൊണ്ടാണ് 2026 ഈ ആദ്യ 6 മാസം മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു റിലീസ് സീസൺ അല്ല, ഒരു സാംസ്കാരിക പ്രഖ്യാപനമാണ്.